സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലും മേഘങ്ങൾക്ക് നടുവിൽ ഒരു ഗ്രാമം ഉണ്ടെന്ന് നിന്റെ ഭാവനയിൽ തോന്നിയിട്ടുണ്ടോ? അവിടെ സമയം ഒരു നിമിഷം നിന്നുപോയതുപോലെ, കാലം സ്തംഭിച്ചു നിൽക്കുന്നതുപോലെ അനുഭവപ്പെടും. ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നുസ തെങ്കര മേഖലയിൽ ഫ്ലോറസ് ദ്വീപിലെ ഉയർന്ന മലനിരകളിൽ കടൽനിരപ്പിൽ നിന്ന് ഏകദേശം 1200 മീറ്റർ ഉയരത്തിൽ വെരെബോ എന്നൊരു ഗ്രാമം ഉണ്ട്. ഈ ഗ്രാമം അതിന്റെ ഉയരം കാരണം മേഘങ്ങൾക്ക് മുകളിലെ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രാമത്തിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമല്ല. അത് ഒരു സാഹസിക യാത്രയാണ്. ആദ്യം ലബുവാൻ ബാജോ അല്ലെങ്കിൽ റുദൻ പോലുള്ള ചെറിയ പട്ടണങ്ങളിൽ നിന്ന് പാറക്കല്ലുകൾ നിറഞ്ഞ വഴികളിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യണം. പിന്നീട് ഡെങ് എന്ന സ്ഥലത്തുനിന്ന് 2.5 മുതൽ 4 മണിക്കൂർ വരെ മല കയറണം. ഈ പാത കട്ടികൂടിയ കാടുകൾ, ഇടുങ്ങിയ പാറവഴികൾ, ഉയർന്ന മലനിരകൾ എന്നിവയിലൂടെ കടന്നുപോകുന്നു. പക്ഷേ ഓരോ കാൽവെപ്പും നിനക്ക് പ്രകൃതിയുടെ പച്ചപ്പിന്റെ സൗന്ദര്യം സമ്മാനിക്കും. ആ പച്ചകാടുകൾ, ആകാശത്തെ തൊടുന്ന മലനിരകൾ നിന്റെ ക്ഷീണത്തെ മറക്കാൻ പോലും നിന്നെ പ്രേരിപ്പിക്കും. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കാൽവെച്ചാൽ നീ ഒരു വേറിട്ട ലോകത്തേക്ക് എത്തിയതുപോലെ തോന്നും. അവിടെ മനുഷ്യർ പ്രകൃതിയോട് ചേർന്ന് സമയം മെല്ലെ നീങ്ങുന്ന ഒരു ജീവിതം നയിക്കുന്നു. വെരെബോ ഗ്രാമത്തിന്റെ ഹൃദയം അതിന്റെ 7 അത്ഭുതകരമായ മബൂനിയാങ് വീടുകളാണ്. ഈ കോണ് ആകൃതിയിലുള്ള വീടുകൾ ഏകദേശം 15 മീറ്റർ ഉയരവും 5 നിലകളും ഉള്ളവയാണ്. ഇവ മുള, മരം, ഇലകൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു അത്ഭുതകരമായ കാര്യം, ഈ വീടുകൾ ഒട്ടിക്കാൻ സിമന്റോ ആണിയോ ഉപയോഗിക്കാതെ വെറും കയർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ വീടുകൾ തൂണുകൾക്ക് മുകളിൽ നിൽക്കുന്നു. താഴെ ഭാഗത്ത് കാലികളെ വളർത്താനും വിറക് സൂക്ഷിക്കാനും ഉപയോഗിക്കുന്നു. ആദ്യ നിലയിൽ കുടുംബം ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യും, പരസ്പരം സംസാരിക്കും, വിശ്രമിക്കും. മുകളിലെ നിലകളിൽ ധാന്യങ്ങളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കുന്നു. ഏറ്റവും മുകളിലുള്ള ഹെഗാങ് കോഡെ എന്ന ഭാഗം പൂർവികരുടെ ഓർമ്മയ്ക്കായും പുണ്യസ്ഥലമായും സൂക്ഷിക്കപ്പെടുന്നു. ഈ 7 വീടുകളിൽ ഒട്ടേറെ കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ചിലർ പറയുന്നത് ഇവിടെ 44 കുടുംബങ്ങൾ സ്ഥിരമായി താമസിക്കുന്നു എന്നാണ്. ഇവിടുത്തെ പ്രത്യേകത അവരുടെ കൂട്ടായ ജീവിത രീതിയാണ്. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം, ആരാധന, ദൈനംദിന ഉത്തരവാദിത്തങ്ങൾ എന്നിവ പങ്കുവെക്കുന്നു. ഇത് അവരുടെ ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതിഫലനമാണ്. ഈ വീടുകളുടെ ആകൃതിയിൽ ഒരു അത്ഭുതകരമായ കാര്യം ഉണ്ട്. വൃത്താകൃതി നീതിയെയും സന്തുലനത്തെയും സൂചിപ്പിക്കുന്നു. അതുപോലെ കോണ് ആകൃതി ഗ്രാമത്തിന്റെ ഐക്യവും കൂട്ടായ ബോധവും വെളിപ്പെടുത്തുന്നു. 1912 വർഷത്തിൽ യുനെസ്കോ ഈ അനന്യമായ ഗ്രാമത്തിന് ഏഷ്യ പസഫിക് ഹെറിറ്റേജ് അവാർഡ് ഓഫ് എക്സലൻസ് നൽകി. ഇത് ഈ ഗ്രാമത്തിന്റെ സാംസ്കാരിക ആഴവും അത്ഭുതകരമായ വാസ്തുശില്പവും അംഗീകരിച്ച ഒരു അടയാളമാണ്. വെരെബോ ഒരു സ്ഥലം മാത്രമല്ല, ഇത് ലളിതമായും കൂട്ടായും ജീവിക്കുന്ന ഒരു ജീവിതരീതിയുടെ കഥയാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഉള്ളിൽ നിന്നുള്ള സന്തോഷം ലളിതമായ ജീവിതത്തിലും പ്രകൃതിയുടെ മടിയിലും ഒളിഞ്ഞിരിക്കുന്നു. ഇന്തോനേഷ്യയിലെ മലനിരകളിൽ വെരെബോ ഗ്രാമത്തെ രാവിലെയും വൈകുന്നേരവും മേഘങ്ങൾ തന്റെ മടിയിൽ പൊതിഞ്ഞു പിടിക്കുന്നു. 1200 മീറ്റർ ഉയരത്തിൽ ഉള്ള ഈ ഗ്രാമത്തിൽ നിനക്ക് മേഘങ്ങൾക്ക് നടുവിൽ നടക്കുന്നതുപോലെ തോന്നും. ചുറ്റുമുള്ള പച്ചമലകൾ, കോണ് ആകൃതിയിലുള്ള പാരമ്പര്യ വീടുകൾ മേഘങ്ങൾക്കിടയിൽ തോന്നിമറയും. ഇത് ഒരു മായാജാല ദൃശ്യം പോലെ തോന്നും. സൂര്യകിരണങ്ങൾ ഈ വീടുകളിൽ പതിക്കുമ്പോൾ, അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്വർണ്ണനിറത്തിലുള്ള വെളിച്ചം ഗ്രാമത്തെ തൊടുമ്പോൾ ഈ ദൃശ്യം ഒരു മനോഹരമായ ചിത്രമായി മാറുന്നു. അതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫിയും ട്രെക്കിംഗും ഇഷ്ടപ്പെടുന്നവർ ഈ ഗ്രാമത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, ഈ ശാന്തവും മറ്റൊരു ലോകം പോലുള്ള ഗ്രാമത്തെ അനുഭവിക്കാൻ. വെരെബോ അതിന്റെ പാരമ്പര്യ വീടുകൾ, വാസ്തുശില്പം, ഈ അനന്യമായ പ്രകൃതി പരിസ്ഥിതി എന്നിവ കാരണം ലോകമെമ്പാടും പ്രശസ്തമാണ്. വെരെബോ ഗ്രാമത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ സംസ്കാരത്തിലും ജീവിതരീതിയിലും ഒളിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ആദിവാസി പാരമ്പര്യങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണ്, ഇന്നും ജീവനോടെ നിൽക്കുന്നു. പുതുതായി വരുന്നവർ ആദ്യം ഗ്രാമത്തിലെ മുതിർന്നവരുടെ അനുമതി വാങ്ങണം. ഇത് അവരുടെ ബഹുമാനവും ശിഷ്ടാചാരവും വെളിപ്പെടുത്തുന്നു. സ്ത്രീകൾ പാരമ്പര്യ രീതിയിലുള്ള തുണികൾ കൈകൊണ്ട് നെയ്യുന്നു. പുരുഷന്മാർ കൃഷിയും കാടുമായി ബന്ധപ്പെട്ട ജോലികളിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു. അവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകൃതിയോടുള്ള സമന്വയവും ഐക്യവും വ്യക്തമായി കാണാം. ഇതാണ് ഈ ഗ്രാമത്തെ പ്രത്യേകമാക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ പെൻഡി സെറിമണി എന്ന ഉത്സവം നടക്കുന്നു. ഇത് ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. ഈ സമയത്ത് ഗ്രാമവാസികൾ തങ്ങളുടെ പൂർവികരെ ഓർമ്മിക്കുന്നു, പാരമ്പര്യ ഗാനങ്ങൾ ആലപിക്കുന്നു, നൃത്തം ചെയ്യുന്നു, ഒരുമിച്ച് ഉത്സവം ആഘോഷിക്കുന്നു. ഈ ഉത്സവം ഗ്രാമത്തിന്റെ ഐക്യവും പാരമ്പര്യവും അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിലൂടെ അവരുടെ ചരിത്രവും ഐഡന്റിറ്റിയും സംരക്ഷിക്കുന്നു, ഭാവി തലമുറകൾക്ക് കൈമാറുന്നു. സുഹൃത്തുക്കളെ, വെരെബോ ഗ്രാമത്തിലേക്ക് പോയാൽ നിന്റെ ഒരു അനന്യവും ലളിതവുമായ ലോകത്തേക്കാണ് നിന്റെ കാൽവെപ്പ്. ഇവിടെ ഹോട്ടലുകളോ ആഡംബര റിസോർട്ടുകളോ ഇല്ല. ഗ്രാമവാസികളാണ് നിന്റെ ആതിഥ്യമര്യാദ ഏറ്റെടുക്കുന്നത്. ഇവിടേക്ക് വരുന്ന യാത്രികർ പ്രാദേശിക കുടുംബങ്ങളോടൊപ്പം അവരുടെ വീടുകളിൽ താമസിക്കുന്നു.
അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുന്നു. ഇത് വെറുമൊരു യാത്ര മാത്രമല്ല, ജീവിതത്തിന്റെ ലാളിത്യവും ആത്മാർത്ഥതയും ആഴത്തിൽ അനുഭവിക്കാനുള്ള ഒരു അവസരമാണ്. ഈ യാത്രയിൽ ഒരു പ്രാദേശിക ഗൈഡിന്റെ സഹായം ഇല്ലാതെ വരാൻ കഴിയില്ല. അവൻ കട്ടികൂടിയ കാടുകൾ, ഉയർന്ന മലവഴികൾ എന്നിവയിലൂടെ നിന്നെ നയിക്കും. ഈ പാതയിലെ ഓരോ വളവിലും കാണുന്ന അത്ഭുതകരമായ ദൃശ്യങ്ങൾ നിന്റെ ക്ഷീണത്തെ മായ്ച്ചുകളയും. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, ഇന്റർനെറ്റ് ഇല്ല. നിന്റെ സ്ക്രീനിൽ നിന്ന് അകന്ന് നിന്നോട് നീ തന്നെ സംസാരിക്കാൻ, നിന്റെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ ഒരവസരം വേണമെങ്കിൽ വെരബോ ആണ് ഏറ്റവും അനുയോജ്യമായ ഇടം. ഇവിടുത്തെ വായു, പച്ചപ്പ്, ഗ്രാമവാസികളുടെ ആത്മാർത്ഥമായ ഊഷ്മളത നിന്റെ ജീവിതത്തിന്റെ ഓട്ടത്തെ നിർത്തി സന്തോഷവും ശാന്തിയും നൽകും. ഗ്രാമത്തിൽ ട്രെക്കിംഗ് നടത്തുക, ചുറ്റുമുള്ള പച്ചക്കാടുകളിൽ ദീർഘനേരം നടക്കുക, ഗ്രാമവാസികളോടൊപ്പം ഇരുന്ന് അവരുടെ കഥകൾ കേൾക്കുക, അവരുടെ ജീവിതത്തിൽ കുറച്ച് സമയം ചെലവഴിക്കുക, ഇവയെല്ലാം ഈ യാത്രയുടെ ഭാഗങ്ങളാണ്. വെരബോ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ജീവിതം വീണ്ടും പഠിക്കാനും ഉള്ളിലെ സന്തോഷം കണ്ടെത്താനും ഒരു അത്ഭുതകരമായ ഇടമാണ്. സുഹൃത്തുക്കളെ, ഈ ആധുനിക ലോകത്ത് പുതിയ സാങ്കേതിക വിദ്യകളിലും സൗകര്യങ്ങളിലും മുഴുകി യഥാർത്ഥ സന്തോഷത്തിൽ നിന്ന് നാം അകന്നുപോകുന്നു. പക്ഷേ വെരബോ ഗ്രാമവാസികൾ ഇന്റർനെറ്റ് ഇല്ലാതെ, സ്മാർട്ട് ഫോൺ ഇല്ലാതെ പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർക്ക് യഥാർത്ഥ സന്തോഷം പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതിലും തങ്ങളുടെ ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലും ആണ്. നാം എപ്പോഴും തിരക്കോടെ ഓടിനടക്കുകയാണ്, പക്ഷേ വെരബോയിൽ അവർ ലളിതമായി, ശാന്തമായി ജീവിക്കുന്നു. യഥാർത്ഥ വികസനം എന്നാൽ വെറും ഭൗതിക സമ്പത്തിന്റെ സമൃദ്ധി മാത്രമാണോ? അതോ മനസ്സിനും ഹൃദയത്തിനും സന്തോഷവും ശാന്തിയും നൽകുന്ന ഒരു സ്ഥലത്തുണ്ടോ? ഒരുപക്ഷേ യഥാർത്ഥ വികസനം എന്നാൽ നമ്മോട് നാം തന്നെ ഒന്നിക്കുന്ന, നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. നിന്റെ ഈ ഓട്ട ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെച്ച് ഓരോ നിമിഷവും സന്തോഷവും പുതുമയും നിറഞ്ഞ ഒരു സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെരബോ നിനക്കായി കാത്തിരിക്കുന്നു. ഇവിടുത്തെ വായു, പച്ചപ്പ്, ഗ്രാമവാസികളുടെ ആത്മാർത്ഥമായ ഊഷ്മളത നിന്റെ ദൃഷ്ടികോണിനെ മാറ്റിമറിക്കും, നിന്നെ ഉള്ളിൽ നിന്ന് പുതുസായും ജീവനോടെയും ആക്കും. ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള അറിയപ്പെടാത്ത, കാണാത്ത സ്ഥലങ്ങളുടെ കഥകളും രഹസ്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ ആദ്യം ഒന്നും നഷ്ടപ്പെടുത്താതെ നിനക്ക് കാണാം.